ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷോൺ, ഇവിടെ താങ്കളെ കുറിച്ചുള്ള ഒരു പരാമർശം വന്നിരുന്നു ഇന്നത്തെ പ്രൈം ഡിബേറ്റ് ചർച്ചയ്ക്കിടെ. അതായത് താങ്കൾ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണല്ലോ. സെക്ഷൻ 212 അനുസരിച്ചുള്ള അന്വേഷണമാണല്ലോ താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിൽ ഇപ്പോൾ 210 അനുസരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഈ താങ്കൾ കോടതിയിൽ പോകുവാനുള്ള കാര്യം ഹലോ ഷോൺ, കേൾക്കാമോ? ഷോൺ, എന്താണ് ഇങ്ങനെ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് താങ്കൾ കോടതിയെ സമീപിക്കുവാനുള്ള കാരണം? അതിനുശേഷം ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ബിനീഷുമായിട്ടുള്ള താങ്കളുടെ ബന്ധമുണ്ടല്ലോ, അതുകൂടി ഇതിന് കാരണമായിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു അലിഗേഷൻ ഇവിടെ വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് താങ്കളോടുള്ള ചോദ്യം. അതുകൊണ്ടാണ് താങ്കളെ ടെലിഫോണിൽ വിളിച്ചത്. ഞാന് ഈ കേസ് സമീപിച്ചപ്പോൾ SFI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. ഞാൻ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ ഞാൻ പരാതി അയച്ചതും ആ പരാതി ഡയറക്ടർ SFIക്കും കോപ്പി വെച്ച് കൊടുത്താണ് ഞാൻ ഈ പരാതി അയച്ചത് 9-ാം മാസത്തിൽ. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള എൻക്വയറി അനുസരിച്ച് 3 മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് കേസ് അന്വേഷിക്കാൻ. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. അതിന്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് കമ്പനി മാറ്റേഴ്സ് മാത്രമാണ് അതിനെ അന്വേഷിക്കുന്നത്. കമ്പനി മാറ്റേഴ്സിൽ തന്നെ എനിക്കെല്ലാം പറയാൻ കഴിയില്ല, എന്നാൽ കമ്പനി മാറ്റേഴ്സിൽ തന്നെ നിരവധിയായ അലിഗേഷൻസ് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പുറകെ വരട്ടെ, ഞാനത് ഇവിടെ ഒരു ചർച്ചയിൽ പറയേണ്ട കാര്യങ്ങളല്ല. എങ്കിൽ പോലും ഇതിനകത്ത് 135 കോടി രൂപ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കേരളത്തിന്റെ സമ്പത്തായ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് പാർട്ണർഷിപ്പ് ഉള്ള 135 കോടി രൂപ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. അത് കൈപ്പറ്റിയിട്ടുള്ളത് ഈ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ സമുദായ നേതാക്കളും അതുപോലെ മാധ്യമങ്ങളും അതുപോലെ ട്രേഡ് യൂണിയൻ നേതാക്കളുമാണ് എന്ന് ആ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അപ്പോ ഈ 135 കോടി രൂപ ആവിയായി പോയിട്ടില്ല. അത് എവിടെ പോയി എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് നിരവധി വിഷയങ്ങൾ അവിടെ കരിമണൽ കടത്തി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതുപോലെ ആറ്റമിക് എനർജി ആക്ട് അനുസരിച്ച് നമുക്ക് വിഷയങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും 210 അനുസരിച്ച് മാത്രം കഴിയില്ല. അതുകൊണ്ടാണ് SFI തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്ന് ഞാൻ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ബിനീഷുമായിട്ടുള്ള അതുകൂടെ ഒന്ന് വ്യക്തമാക്കണമല്ലോ. 1999 മാർവേനസ് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇന്ന് വരെ ഏറെക്കുറെ 25 വർഷമായി ഞങ്ങളുടെ അടുത്ത സൗഹൃദമാണ്. ആ സൗഹൃദം ഞാൻ ഇടതുപക്ഷത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ UDFന്റെ ഭാഗമായി 2 മുന്നണിയിൽ നിന്നിട്ടുണ്ട്. പരസ്പര രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കിടയിലെ സൗഹൃദത്തെ ഒരിക്കലും ഇത് ബാധിച്ചിട്ടില്ല. പക്ഷെ ഈ വിഷയം എന്റെ ഓഫീസിൽ ഞാൻ ഇതിനു മുമ്പ് ഗവൺമെന്റ് ഇപ്പൊ ഞാൻ ഈ ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാഹനങ്ങളുടെ ടാക്സുമായി ബന്ധപ്പെട്ട് ഞാൻ ഗവൺമെന്റ് ഇതിനു മുമ്പ് കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ആ കേസ് പെൻഡിംഗ് ആണ്. ഇരാറ്റുപേട്ട വാഗമൺ റോഡിനെ സംബന്ധിച്ച് ഗവൺമെന്റിനെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ട് അത് പെൻഡിംഗ് ആണ്. ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രളയവുമായി ബന്ധപ്പെട്ട് മണൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെന്റുമായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിണറായിയെ തൊടുമ്പോൾ മാത്രമുള്ളൂ ഞാൻ ഈ ഗവൺമെന്റുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമുള്ളൂ ഈ ബിനീഷുമായിട്ടുള്ള സൗഹൃദം പ്രശ്നമുള്ളൂ. ബിനീഷ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ട് പോലും ഇല്ല. കാരണം എനിക്ക് എന്റേതായ സ്പേസ് ഉണ്ട്, എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ടെന്ന് അദ്ദേഹത്തിനും അറിയാം. അദ്ദേഹത്തിന്റെ ജനിച്ച മുതൽ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്ന മനുഷ്യനാണ്. അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അത് അവരുടെ ആ സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സൗഹൃദത്തിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. ഷോൺ, അത് പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ബിനീഷുമായുള്ള താങ്കളുടെ ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരം ഒരു അലിഗേഷൻ വരുന്നത്? അത് ആരാണ് ചൂണ്ടിക്കാണിച്ചത്? അല്ല, അത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അക്കാര്യം ഇവിടെ ശ്രീ MK ഹരിദാസ് ചൂണ്ടിക്കാണിച്ചിരുന്നു ചർച്ചയ്ക്കിടെ. ആ ആരോപണത്തിനൊരു ഉടയവനുണ്ടെങ്കിൽ ആ ഉടയവന് ആരാണെന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. എന്റെ കാഴ്ചപ്പാടിൽ പ്രമുഖരായ ആരും അത് പറഞ്ഞിട്ടില്ല. പല സോഷ്യൽ മീഡിയയിൽ പലതും വരും. ഇപ്പൊ ഞാനും ബിനീഷിന്റെ ഓഫീസ് ഒന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആരോപണം വരുന്നത് എനിക്കതിനെല്ലാം മറുപടി പറയാൻ പറ്റൂ. എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ കഴിയൂ. പക്ഷേ എന്റെ കാഴ്ചപ്പാടിൽ വെളിവുള്ള ആരും അങ്ങനെ ഒരു ആരോപണം പറഞ്ഞായിട്ട് എനിക്കറിയാം. അങ്ങനെ ആരെങ്കിലും ആരോപണം പറയട്ടെ, അപ്പൊ അതിന് മറുപടി. ഈ ചർച്ചയിൽ അദ്ദേഹം ആരോപണമായിട്ടല്ല പറഞ്ഞത്, ഇങ്ങനെ ഒരു ആരോപണം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്ന കാര്യമാണ് പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആരാണ് പറഞ്ഞത്? ശ്രീ MK ഹരിദാസ് ആണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം. ശ്രീ MK ഹരിദാസ്, ഷോൺ ടെലിഫോൺ ലൈനിലുണ്ട്. താങ്കൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയത്? ഞാനും സോഷ്യൽ മീഡിയയിൽ വായിച്ചിരുന്നു ഇക്കാര്യങ്ങൾ. ശ്രീ ഷോൺ, ഇത് താങ്കളും അല്ലെങ്കിൽ ബിനീഷ് കോടിയേരിയും കൂടിയിട്ട് ഇവരെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊന്നല്ല പറഞ്ഞത്. ജനങ്ങൾക്കിടയിൽ നമ്മൾ പറയില്ല, ഇപ്പൊ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഞാനൊക്കെ സമ്പർക്കം പുലർത്തിയ പലരും പറയുന്നത് ഇവര് മഞ്ജുഷ് പറഞ്ഞല്ലോ, ഞാനല്ല പറഞ്ഞത്. അങ്ങനെ സമൂഹത്തിൽ ഒരു സംസാരം നിലനിൽക്കുന്നു.
നിലനിൽക്കുന്നു. തനിക്ക് ലഭിക്കാതെ പോയ CPM-ന്റെ സപ്പോർട്ട് ഇന്ന് വീണ വിജയന് നൽകുന്നതിനുള്ള മനസ്താപം കൊണ്ട് ഒരു പക്ഷേ ഇതിന് പിന്നിൽ ഇത്തരം ഒരു കേസ് കൊടുക്കുന്നതിന് പിന്നിൽ ഷോൺ ജോർജിനെ നിർബന്ധിക്കാൻ ബിനീഷ് കോടിയേരിക്ക് സാധ്യതയുണ്ട് എന്ന നിലയിലുള്ള ഒരു പുക പരക്കുന്നു എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ സമർത്ഥിച്ച് പറഞ്ഞിട്ടില്ല. മഞ്ജുഷും താങ്കളോട് അങ്ങനെ സൈബർ സഖാക്കളുടെ ഒരു പ്രചാരണം എന്ന രീതിയിൽ കണ്ടാൽ മതി ശ്രീ ഷോൺ. അതിനെ CPM സൈബർ സഖാക്കളുടെ ഒരു പ്രചാരണമായിട്ട് കണ്ടാൽ മതി. അല്ല, ഞാനൊരു ഞാന് ബിനീഷ് ഇന്ന് KCA-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കകത്തുള്ളത്. അത് സജീവ രാഷ്ട്രീയത്തിലല്ല ബിനീഷ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഞാൻ സജീവ രാഷ്ട്രീയക്കാരനാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാനൊരു ജനപ്രതിനിധിയാണ്. 3 മുന്നണിയുടെ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ജയിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ട്. അത് ബിനീഷ് പറയുന്ന കേട്ട് രാഷ്ട്രീയം കളിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ രാഷ്ട്രീയത്തിൽ എന്റെ മുമ്പിലുള്ള രാഷ്ട്രീയം ഞാൻ പറഞ്ഞല്ലോ. ഇത് ഞാനത് പറയുന്നത് തെറ്റാണ്. കാരണം ഇത് എന്നോടും എന്റെ കുടുംബത്തോടും ഈ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും അദ്ദേഹത്തിന്റെ പോലീസ് പറയില്ല, അദ്ദേഹത്തിന്റെ ഓഫീസും ചെയ്ത ക്രൂരതകൾ ചെറുതൊന്നുമല്ല. ഞാൻ അങ്ങനെയാണ് ഇത് അന്വേഷിച്ചു തുടങ്ങിയത്. പക്ഷെ അന്വേഷിച്ചു തുടങ്ങി ഒരു പടിയെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് അതിനപ്പുറത്തേക്ക് ഇത് എന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ്. വളരെ നിസ്സാരമായ ഒരു കാര്യം പറയട്ടെ, ഒരു വലിയ കൊള്ള ഈ നാട്ടിൽ നടന്നുവെന്ന് ഒരു ജുഡീഷ്യൽ ബോഡി എഴുതി വെച്ചിട്ടുള്ളൂ. അതിനെ സംബന്ധിച്ച് ആർക്കും പരാതിയില്ല, ആർക്കും അതിനെ സംബന്ധിച്ച് ചർച്ചയില്ല. ഇവിടെ ആരും അതിനെക്കുറിച്ച് ചോദിക്കാനില്ലതാണ്. ഈ 135 കോടി രൂപ മേടിച്ചുകൊണ്ട് പോയ ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നു. ഇവിടെ ക്ഷേമ പെൻഷൻ മറിയക്കുട്ടിയുടെ കേസ് നമ്മൾ ഈ സമൂഹമാണ് ചർച്ച ചെയ്യുന്നത്. 1800 രൂപ അവർക്ക് പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് കാശില്ല. അപ്പോഴാണ് ഇത് 135 കോടി രൂപയൊന്നുമല്ല, 40,000 കോടി. കേരളം കണ്ടതിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇത്. 40,000 കോടി രൂപയുടെ അഴിമതിയാണ്. അതിന്റെ ഒരു മൂലയിൽ മാത്രം SFI വന്നാൽ ആ 40,000 കോടി രൂപയുടെ അഴിമതിയും പുറത്തു വരും. കേരളത്തിലെ ഒത്തിരി രാഷ്ട്രീയ നേതാക്കളുടെ തല ഉരുളും. ഒരു സംശയം വേണ്ട. ഒരു കാര്യം കൂടി ഷോൺ, ഇവിടെ ചർച്ചയ്ക്കിടെ ഹസ്കർ സൂചിപ്പിച്ചിരുന്നു, CPM സഹയാത്രികൻ. അദ്ദേഹം പറഞ്ഞു ഇതൊരു സാധാരണ ഈ കമ്പനി നടപടിക്രമം അനുസരിച്ചുള്ള ഒരു അന്വേഷണമാണ് എന്ന്. ഞാനത് എതിർത്തിരുന്നു. അങ്ങനെയല്ല, അങ്ങനെ വെറുതെ എല്ലാ കമ്പനികൾക്കുമെതിരെ അന്വേഷിക്കുന്നത് പോലെയല്ല. അത് മാത്രമല്ല, ഇതിനകം തന്നെ എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ എക്സാലോജിക്കിനും CMRL-നും KSIDCക്കും ഹാജരാക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നുവല്ലോ. എന്നിട്ടും അവർക്ക് ഹാജരാക്കാൻ കഴിയാതിരുന്നത് കൊണ്ടല്ലേ അടുത്ത തലത്തിലേക്ക് അന്വേഷണം പോയത്, 211-ലേക്ക് അന്വേഷണം പോയത്? അവര് കൃത്യമായി അതിന് മറുപടി നൽകിയിരുന്ന മറുപടി തൃപ്തികരമല്ല. ഇപ്പൊ എന്റെ പെറ്റീഷൻ അനുസരിച്ച് അവർക്ക് ഷോക്കോസ് നോട്ടീസിൽ അതിനകത്ത് ROC അവർക്ക് അയച്ച ഷോക്കോസ് നോട്ടീസിന്റെ കോപ്പി CC വെച്ച് എനിക്ക് വന്നിട്ടുണ്ട്. ആ കോപ്പിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ദ പെറ്റീഷൻ ഗിവൺ ബൈ ഷോൺ ജോർജ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. അതിനകത്ത് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയണ്ട. ഇറ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ആ പരാതിയിൽ തന്നെ നിങ്ങൾക്കെല്ലാം അലിഗേഷൻസ് എല്ലാം കൃത്യമായി ഉണ്ട്. അതിന് മറുപടി കൊടുത്ത ആ മറുപടി തൃപ്തികരമല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത്. ഹസ്കർ ഷോൺ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹസ്കർ, അല്ലാതെ എല്ലാ കമ്പനികൾക്കുമെതിരെ രാജ്യത്ത് അന്വേഷണം നടത്തുന്നു എന്ന് താങ്കൾ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയി. അങ്ങനെയല്ല കാര്യങ്ങൾ. ഷോൺ ഹസ്കർ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഷോണിനോട്. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരിച്ചെത്തിയ അഭിഭാഷകൻ അദ്ദേഹം കൃത്യമായി ബഹുമാനപ്പെട്ട കോടതി ഇന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ അന്വേഷണം പ്രഖ്യാപിച്ചത് ആസ് പെർ ദിസ് പെറ്റീഷൻ ആണോ, ഈ പെറ്റീഷണറുടെ പെറ്റീഷൻ അനുസരിച്ചാണോ എന്ന് ചോദിച്ചപ്പം കേന്ദ്ര സർക്കാരിനെ പ്രതികരിച്ച അഭിഭാഷകൻ ഈ പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് ഹൈക്കോടതിയുടെ ഓർഡറിലും ഉണ്ടാവും. ശരി ഷോൺ, ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുക. ഹസ്കർ, ഇങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ ഡ്രൈവിംഗിലാണ്. ഒരു സെക്കൻഡ് ഷോൺ. ശരി, നന്ദി.